പോപ്പുലർ ആയ AI ടൂളുകളുടെ കമ്പാരിസണും നിലവിൽ അതൊക്കെ ഏത് ലെവൽ വരെ എത്തിയെന്നുള്ള ഒരു അനാലിസിസ് ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന അജണ്ട. എല്ലാ പ്രധാനപ്പെട്ട AI മോഡലുകളും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അവരുടെ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇലോൺ മസ്കിൻ്റെ ഗ്രോക്ക് 3 ലോകത്തിലെ ഏറ്റവും പവർഫുൾ AI ആണെന്നുള്ള ക്ലെയിമോട് കൂടി വന്നു. അതുപോലെ ക്ലോഡിൻ്റെ 3.7 എന്നുള്ള മോഡൽ വന്നു. അതുപോലെ ഓപ്പൺ AI അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ChatGPT 4.5 എന്നുള്ള മോഡലും റിലീസാക്കി. ഈ AIൻ്റെ കാര്യത്തിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം മനസ്സിലാക്കിയെന്ന് കരുതി 2 ദിവസം ഈ മേഖലയെ നിരീക്ഷിക്കാതെ വിട്ടാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ ആരുടെ AI മോഡലാണ് സംഭവം എന്നുള്ളത് ഒരു GK പോലെ മനസ്സിലാക്കി വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ടി വരുന്ന പല ടാസ്കുകളിൽ നിലവിൽ ഏത് AI ടൂളാണ് ബെസ്റ്റ് എന്നുള്ള പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മുടെ ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ ChatGPTയോ ക്ലോഡോ അല്ലെങ്കിൽ പുതിയ ആളായിട്ടുള്ള ഗ്രോക്ക്, ഇവ ഓരോന്നിനും അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് AI ടൂളാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് യൂസ് കേസുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു താരതമ്യ പഠനം ഈ വീഡിയോയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ AI ടൂളുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നമ്മൾ മൈൻഡ് ആക്കിയാലും ഇല്ലെങ്കിലും AI അസിസ്റ്റൻറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്കും ജോലിയിലേക്കൊക്കെ പതുക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലോസ്ലി വാച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ പിക്ചറൊക്കെ ലഭിക്കും. അപ്പോൾ എപ്പോഴും ഇതിൽ അപ്ഡേറ്റഡ് ആയിരിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഓരോ AI ടൂളുകളെയും ഇൻഡിവിജ്വലി പരിചയപ്പെടാം. ChatGPTയുടെ 4.5 എന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മളിൽ അധികം ആളുകളും ഏതെങ്കിലും ഒരു AI ചാറ്റ് ബോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ChatGPT ആയിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓപ്പൺ AI നിർമ്മിച്ചിട്ടുള്ള ChatGPT എല്ലാവർക്കും AI എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കോമൺ നെയിമാണ്. കാരണം അവരാണ് ഈ ഒരു ട്രെൻഡ് ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പോൾ സ്റ്റെറോയിഡിലുള്ള ChatGPT ആണ് വേർഷൻ 4.5 എന്നുള്ളത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കാം. GPT-4ൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഐട്രേഷനാണ്. കുറേ കാലമായിട്ട് ഒരു ബെഞ്ച് മാർക്ക് ആയിരുന്നല്ലോ ഇൻഡസ്ട്രിയിൽ GPT-4. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ഐട്രേഷനാണ്. ഒരുപാട് പുതിയ ഇൻഫോർമേഷൻസും നോളജും ഒക്കെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഫൈൻ ട്യൂണിങ്ങും ഓപ്പൺ AI ചെയ്തിട്ടുണ്ട്. GPT-4ന് 1.8 ട്രില്യൺ പാരാമീറ്റേഴ്സ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഏകദേശം 10 ഇരട്ടിയോളം കൂടുതൽ പാരാമീറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചില ബ്ലോഗുകളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായത്. അതായത് ഉത്തരത്തിൻ്റെ ക്വാളിറ്റി ഒരുപാട് കൂടും എന്നുള്ളതാണ് അർത്ഥം. ChatGPTയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിൽ ChatGPT ഒരു ഓൾറൗണ്ടറാണ്. ഒരു ഇത് ഏത് ആവശ്യങ്ങൾക്കും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പോളിമാത്താണ് ChatGPT. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്ജക്റ്റുകളിൽ നോളേജുള്ള ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിത് ഒരു കമ്പാരിസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാം, ChatGPT ഒരുപാട് എല്ലാ ആവശ്യങ്ങൾക്കും കൂടി നോക്കുന്ന സമയത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓരോ ടൂളിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. അത് നമുക്ക് അടുത്തതായിട്ടെല്ലാം പറയാം. അപ്പോൾ ChatGPT 4.5 എന്ന് പറയേണ്ടത് ഈ GPT-4 എന്തൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ കുറച്ചും കൂടെ ഹയർ വെർഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ ChatGPT 4.5 എന്ന് പറയേണ്ടത് ChatGPT-4 എന്തൊക്കെ ചെയ്യുമായിരുന്നു അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു AI മോഡലാണ്. അടുത്തത് നമുക്ക് ആന്ത്രോപിക് വികസിപ്പിച്ചിട്ടുള്ള ക്ലോഡിനെ കുറിച്ച് പറയാം. ആമസോൺ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ആന്ത്രോപിക്. മുൻ ഓപ്പൺ AI എംപ്ലോയീസ് തന്നെ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഓപ്പൺ AI എന്ന് കുറച്ച് വിരുദ്ധാഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ പുറത്തേക്ക് വന്നിട്ട് തുടങ്ങിയ കമ്പനിയാണ്. ക്ലോഡിൻ്റെ പ്രധാന പ്രശസ്തിക്കുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹ്യൂജ് മെമ്മറിയാണ്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയും. അതായത് ക്ലോഡിന് ഒരേ സമയം കൂടുതൽ ഇൻഫോർമേഷൻസ് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ പുസ്തകമോ അല്ലെങ്കിൽ ഒരു വലിയ റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നമ്മുടെ അസിസ്റ്റൻറ്റുമായിട്ട് നടത്തുന്നതിനെ കുറിച്ചൊക്കെ സങ്കല്പിക്കുക. അങ്ങനെ ചെയ്യാൻ ക്ലോഡിന് കഴിയും എന്നുള്ളതാണ് ക്ലോഡിൻ്റെ പ്രധാന ഗുണം. അപ്പോൾ ക്ലോഡിൻ്റെ 3.7 എന്നുള്ളത് ക്ലോഡിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് മുൻപുണ്ടായിരുന്നത് അതിൻ്റെ അതേ ഫൗണ്ടേഷനിലാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആന്ത്രോപിക് ക്ലോഡിനായിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരങ്ങൾ കൂടുതൽ സേഫ് ആയിരിക്കണം, അതുപോലെ മാനുഷിക മൂല്യങ്ങളുമായിട്ട് അലൈൻഡ് ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ബേസിക്കലി ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസാണ്. അതായത് AI-ക്കായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുപോലത്തെ ഒരു ഫീൽ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലോഡിൻ്റെ ഉത്തരങ്ങൾ കുറച്ചും കൂടെ പൊളൈറ്റ് ആവാനും അതുപോലെ തന്നെ ഉത്തരങ്ങൾ ഇങ്ങനെ കൈവിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനുള്ള ഒരു പോസിബിലിറ്റി അവർ ഈ ക്ലോഡിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോഡ് 3.7 ഇപ്പോൾ ഡീപ് സീക്കിൽ നമ്മൾ ഭയങ്കര ഡീപ്പ് തിങ്കിങ് എന്നുള്ള മോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഇവരും ഇപ്പോൾ ഇതിൽ എക്സ്റ്റെൻഡഡ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ റീസണിങ് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം, പക്ഷേ അങ്ങനത്തെ ഒരു ഫീച്ചർ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തത് ഇലോൺ മസ്കിൻ്റെ പുതിയ കമ്പനി ആയിട്ടുള്ള XAIയിൽ നിന്നുള്ള കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഗ്രോക്കിനെ കുറിച്ച് പറയാം. ചുരുങ്ങിയ സമയം കൊണ്ട് അവർ വേർഷൻ 3 എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര വേഗത്തിലാണ് ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകൾ ഐട്രേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഗ്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ഗ്രോക്ക് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരു ന്യൂ കമ്മറാണ്. അപ്പോൾ മസ്ക് ഗ്രോക്കിന് ഹ്യൂമർ സെൻസും റെബല്യസ് സ്ട്രീക്ക് ഉള്ളതായിട്ടൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ റെബല്യസ് സ്ട്രീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് സേഫായിട്ട് കളിക്കുന്ന ചാറ്റ് ബോട്ട്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ചധികം അൺഫിൽറ്റേർഡ് ആയിട്ടും വിറ്റി ആയിട്ടും ഗ്രോക്കിന് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഗ്രോക്കിൻ്റെ പ്രധാന പ്രത്യേകത. ഗ്രോക്ക് എന്നുള്ള പേര് തന്നെ ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ടു ഗാലക്സി എന്ന് പറഞ്ഞിട്ട് ഇലോൺ മസ്കിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു നോവലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. ആ നോവൽ തന്നെയുള്ള ഒരു ടേം ആയിരുന്നു അത്ര ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രോക്ക് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ഗ്രോക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരിക മാത്രമല്ല ചെയ്യുന്നത്, കുറച്ച് തമാശയൊക്കെ കൂടെ ആഡ് ചെയ്യും. പ്രത്യേകിച്ച് മറ്റ് AI മോഡലുകൾ ഉത്തരം പറയാണ്ട് ഒഴിഞ്ഞു മാറുന്ന ടോപ്പിക്കുകളുണ്ടല്ലോ, ആ ടോപ്പിക്കുകളിൽ പോലും ഗ്രോക്ക് ഉത്തരങ്ങൾ തരും. മാത്രമല്ല മസ്കിൻ്റെ എക്സ് പ്ലാറ്റ്ഫോം വഴി അഥവാ പഴയ ട്വിറ്റർ വഴി റിയൽ ടൈം ഇൻഫോർമേഷനുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രോക്കിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഉത്തരങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ് ടു ദ മിനിറ്റ് ഇൻഫോർമേഷൻ വരെ, അതായത് ട്രെൻഡിങ് ടോപ്പിക്സോ ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ പുള്ള് ചെയ്യാൻ വരെ ഗ്രോക്കിന് കഴിയുമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ മാർച്ച് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 2 വരേക്കുള്ളത് വരെ എടുത്തു തരാൻ കഴിയും. അപ്പോൾ മുൻപ് AIയുടെ ഒരു ഏറ്റവും വലിയ ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2023 വരെയുള്ള ഡാറ്റയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറ്റങ്ങളൊക്കെ പറയാറില്ലേ, ആ പ്രശ്നങ്ങൾ ഗ്രോക്ക് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രോക്കിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീല് തരും. രണ്ടാമത്തേത് റിയൽ ടൈം നോളേജാണ്. അപ്പോൾ കൂട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് GPT ഒരു ഓൾറൗണ്ടറാണ്, ക്ലോഡ് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ട് ഉത്തരം തരുന്ന ആളാണെങ്കിൽ ഗ്രോക്ക് എന്ന് പറയേണ്ടത് നല്ല തമാശയൊക്കെ പറയുന്ന നല്ല ബുദ്ധിയുള്ള ഒരു ന്യൂജൻ കുട്ടിയാണ്, വളരെ അപ്ഡേറ്റഡുമാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഈ AI ടൂളുകളെ ഒരു ടെസ്റ്റ് ഡ്രൈവിംഗ് നടത്താം. നമ്മുടെ സാധാരണ ജോലികളിൽ ഈ ക്ലോഡോ ചാറ്റ് GPT ഗ്രോക്കൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധാരണ എക്സാമ്പിളുകൾ എടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഴുത്തിലും കണ്ടൻറ് ക്രിയേഷനിലൊക്കെ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ ഈ 3 AI ടൂളുകളുടെയും കഴിവുകൾ വളരെ മികച്ചതാണ്. അത് ഇങ്ങനെ പറയേണ്ട കാരണം എന്താ വെച്ചാൽ ഓരോന്നിൻ്റെയും സ്റ്റൈല് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന യൂസ് കേസുകൾക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുൻപ് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ചാപ്റ്റർ എടുത്തിട്ട് ഓരോ ടൂളിനും കൊടുത്തു നോക്കി. അപ്പോൾ ചാറ്റ് GPT 4.5 എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ക്രിയേറ്റീവ് റീറൈറ്റിംഗ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ചില ഏരിയകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള സജഷനൊക്കെ തന്നു. ക്ലോഡ് 3.7 ആണെന്നുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ ചെയ്തു. പക്ഷേ അഡീഷണലി ചില സീനുകൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചില സെൻറ്റൻസുകൾ പാരഗ്രാഫുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കും എന്നുള്ള രീതിയിൽ ഫീഡ്ബാക്ക് തരുകയുണ്ടായി. പക്ഷേ ഗ്രോക്കിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഗ്രോക്ക് ഇവൻ ഒരു പുച്ഛത്തിൽ എൻ്റെ നരേഷൻ രീതി ഇങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ടോൺ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളെ കളിയാക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരാൾ ഒരു സർക്കാസ്റ്റിക് വേലൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെയാണ് ഗ്രോക്ക് മറുപടി തന്നത്. രണ്ടാമത്തെ ടെസ്റ്റ് പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ കൊടുത്തതിന് പകരം ഹോൾ പുസ്തകം തന്നെ കൊടുത്തപ്പോൾ ശരിക്ക് സ്കോർ ചെയ്ത് ഗ്രോക്കാണെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഇൻഫോർമേഷൻസ് വരെ ഗ്രോക്കിന് ഓർമ്മയുണ്ട്. അപ്പോൾ അത് പുസ്തകത്തിൽ ഞാൻ തന്നെ പുസ്തകത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏകദേശം 6 വർഷം മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഇതിങ്ങനെ റീറൈറ്റ് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ പുസ്തകത്തിൽ ഇൻകൺസിസ്റ്റൻസികളുണ്ട്, കുറേ റെപ്പറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ ഗ്രോക്ക് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഗ്രോക്കിൻ്റെ ഫീച്ചറാണ്. ക്ലോഡും അതുപോലെ തന്നെ ചാറ്റ് GPT ഒക്കെ ഈ വിഷയത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്ലോഡിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് നമ്മൾ കോണ്ടെക്സ്റ്റ് റിമൈൻഡ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വിഷയത്തിൽ ഗ്രോക്ക് ആണെന്നുണ്ടെങ്കിലും ക്ലോഡ് ആണെന്നുണ്ടെങ്കിലും ചാറ്റ് GPTയേക്കാളും ഇച്ചിരി കൂടെ ബെറ്ററാണ്. അപ്പോൾ ലോങ് ഫോർമാറ്റ് എഴുത്തുകൾ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോഡ് ഗ്രോക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് നൽകും. പക്ഷേ ബ്ലോഗ് പോസ്റ്റ്, കവർ ലെറ്റർ, ചെറിയ റിപ്പോർട്ടുകൾ, ഇങ്ങനത്തെയൊക്കെയുള്ള ചെറിയ ഡെയിലി റൈറ്റിംഗ് ടാസ്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിലേക്ക് നിങ്ങൾ ഏത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. ചാറ്റ് GPT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വേഗത്തിൽ നല്ല പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഉത്തരങ്ങളൊക്കെ തരാൻ പറ്റും. ക്ലോഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലെയറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ തരും. ഗ്രോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് തമാശയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ചേർത്തിട്ട് ഔട്ട്പുട്ട് തരും. അപ്പോൾ ഒരേ സംഭവത്തെ 3 വ്യത്യസ്ത ശൈലിയിൽ എഴുതാൻ കഴിയുന്ന അസിസ്റ്റൻറ്റുകൾ പോലെ നമുക്ക് ഈ AI ടൂളുകൾ മനസ്സിലാക്കാം. അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കോഡിങ്ങും ഡീബഗ്ഗിങ്ങും ആണ്. അപ്പോൾ ഈ 3 AIകൾക്കും കോഡിങ്ങിൽ നമ്മുടെ ഒരു സൈഡ് കിക്കായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. ഇപ്പോൾ ചാറ്റ് GPT 4.5ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോഡിങ്ങിൽ അവർക്ക് ഒരു പ്രത്യേക നാക്ക് ഉണ്ട്. അതിനൊരു റീസൺ അവർ റീസെൻ്റ്ലി ഗിറ്റ്ഹബുമായിട്ട് പാർട്ണർഷിപ്പിലെത്തിയ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗിറ്റ്ഹബിലൊക്കെ ട്രെയിനിങ് നടത്തിയത് കൊണ്ട് ഇത് ധാരാളം കോഡ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കോഡിങ്ങിന് ചാറ്റ് GPT ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടല്ലോ, അപ്പോൾ കോഡേഴ്സ് എല്ലാം ഡൗട്ടെല്ലാം ചോദിക്കുന്ന പ്ലാറ്റ്ഫോം, അത് ഇതിൻ്റെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള പോലത്തെ ഒരു ഫീച്ചർ നമുക്ക് ചാറ്റ് GPT 4.5 ഉപയോഗിക്കുകയാണെങ്കിൽ തോന്നും. ഇപ്പോൾ ഇതേ അഡ്വാൻറ്റേജ് ക്ലോഡ് 3.7 വരികയാണെങ്കിലും ഉണ്ട് കേട്ടോ. എക്സാക്ട് അഡ്വാൻറ്റേജ് അല്ല, ബട്ട് ദെൻ ലാർജ് മെമ്മറി വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കോഡൊക്കെ കൊടുത്തിട്ട് ആ കോഡ് വേണമെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ സീനിയർ ഡെവലപ്പറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്
ഭയങ്കര ഈസി ആയിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഈ സീനിയർ ഡെവലപ്പേഴ്സിന് ശരിക്കും ഈ ടൂളൊക്കെ വന്നപ്പോൾ ഈ കോഡിങ്ങിൻ്റെ കാര്യത്തിലുള്ള ഒരു വിഷയം എന്താണെന്ന് പറയും, ഇപ്പോൾ ഭയങ്കര ഒരു ഡിസ്കഷൻ ഓൺഗോയിങ് ആണ്. കോഡിങ് ഇനി പഠിക്കേണ്ടതുണ്ടോ, അതിലിനി ജോലി സാധ്യതകൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സീനിയർ ഡെവലപ്പേഴ്സിന് മുൻപ് ജൂനിയർ ഡെവലപ്പേഴ്സിനെ വെച്ച് ചെയ്യേണ്ടി വന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് AI വെച്ച് ചെയ്യാൻ കഴിയും. അതൊരു AI അല്ല, ഇപ്പോൾ നമ്മൾ കോമ്പിനേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു AI കൊണ്ട് കോഡ് എഴുതിയിട്ട് മറ്റൊരു AI കൊണ്ട് ആ കോഡ് വെറ്റയച്ചിട്ട് അത് ഡിപ്ലോയ് ചെയ്യാൻ വേറൊരു AI ടൂളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലം ഇന്നുണ്ട്. ഇത് ഈ മേഖലയിൽ തൊഴിൽ സാധ്യതയെ കുറക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതുതായിട്ട് കോഡിങ് ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാതെ സ്വന്തമായിട്ട് ഭയങ്കര കോഡിങ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്, ഹ്യൂജ് സ്കില്ല് കാണിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാലും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ അവസരങ്ങളുണ്ടാവും. പക്ഷേ ഒരു കോഴ്സൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രോക്ക് 3 ആൾസോ ഈ കോഡിങ്ങിൻ്റെ വിഷയത്തിൽ നല്ല പെർഫോമൻസ് ആണ്. പുതിയ കോഡ് ജനറേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം 3 AI ടൂളാണെന്നുണ്ടെങ്കിലും നല്ല എബിലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ChatGPT ആണ് ഈ വിഷയത്തിൽ കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ളതാണ് ബ്ലോഗുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. ഈ കോഡിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ടെസ്റ്റിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എന്താ വെച്ചാൽ, കോഡിങ് ഞാൻ പഠിച്ചതൊക്കെ കോഡിംഗ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഡെയിലി വർക്ക് ഫ്ലോയിൽ കോഡിംഗ് വരാത്തതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ആധികാരികമായിട്ട് അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി മാത്രം കേട്ടാൽ മതി. ലോജിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങുമാണ് നമ്മൾ അടുത്തൊരു ഏരിയ ആയിട്ട് കാണുന്നത്. അപ്പോൾ എഴുത്തിനും കോഡിങ്ങിനും അപ്പുറത്ത് AIകളുടെ യഥാർത്ഥ ടെസ്റ്റ് എന്ന് പറയേണ്ട ഒരു ടഫ് പ്രോബ്ലം എന്ന് പറയേണ്ടത് ഒരു പസിലൊക്കെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ആലോചിച്ച് പരിഹരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ GPT 4.5 ഇതിൽ വളരെ സ്ട്രോങ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഒരു കാര്യം പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റിഡിൽ സോൾവ് ചെയ്യാനൊക്കെ അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആൻസർ അത് നൽകുന്നുണ്ട്. ചിലപ്പോൾ കോൺഫിഡൻ്റലി തെറ്റുത്തരങ്ങൾ നൽകുന്നുണ്ട്. അത് AI ഹാലൂസിനേഷൻസ് എന്ന് പറയുമല്ലോ, അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ നോർമൽ കോമൺ പ്രോബ്ലംസിന് ഇത് വളരെ റിലയബിൾ ആണ്. മുൻപത്തേതിനായിട്ട് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഹാലൂസിനേഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് റീസണിങ് മോഡ് നമ്മൾ ക്ലോഡിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ഇതുപോലെ തന്നെ ക്ലോഡിനും ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് നമുക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ആവശ്യമുണ്ടാകുമ്പോൾ ഗ്രോക്ക് ട്രൂലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മൂന്നിനോടും ഒരു ടെക് ട്രെൻഡിൻ്റെ അനാലിസിസ് ചോദിച്ചപ്പോൾ തലേ ദിവസത്തെ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വരെ പുള്ള് ചെയ്തിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് പുള്ള് ചെയ്തിട്ട് ഗ്രോക്ക് എനിക്ക് നല്ല ഉത്തരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലോഡിനായാലും GPT 4.5 ഒരു സ്റ്റാറ്റിക് ട്രെയിനിങ് ഡാറ്റ ഉള്ളത് കാരണം ഇതുപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ GPT 4.5 നമുക്ക് വെബ് സെർച്ച് ചെയ്യാൻ കഴിയും കേട്ടോ, പക്ഷേ സ്റ്റിൽ ഗ്രോക്ക് നൽകുന്ന പോലത്തെ ഒരു ക്വാളിറ്റി ഓഫ് ഉത്തരങ്ങൾ നൽകുന്നില്ല. അപ്പോൾ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് റെലവൻസ് ഈ വിഷയത്തിൽ നമുക്ക് ഗ്രോക്കിന് കൊടുക്കാം. ഇനി ഉത്തരങ്ങൾ തരുന്നതിൽ ആരാണ് ഏറ്റവും ഫാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം പോലെയാണ്. ഇപ്പോൾ സിമ്പിൾ ഡ്രാഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ChatGPT നല്ല ഫാസ്റ്റായിട്ട് ഉത്തരം നൽകുന്നുണ്ട്, ഗ്രോക്കും വളരെ ഫാസ്റ്റാണ്. പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രോക്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് സെർച്ച് എന്നുള്ളൊരു ടൂളുണ്ട്, അതുപോലെ തന്നെ തിങ്ക് എന്നുള്ള ഒരു ടൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൂളുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള റീസണിങ് ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു തിങ്കിങ് മോഡൊക്കെ വന്നിട്ടുള്ളത്. ഡീപ്പ് തിങ്കിങ് എന്നുള്ള മോഡ് ഡീപ്പ് സീക്കിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനെ ഡൈസെക്റ്റ് ചെയ്തിട്ട് അതെന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് AI മനസ്സിലാക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നിലവിലിപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എല്ലാവരും പുതിയ അപ്ഡേറ്റുകളിൽ ഈ ഫീച്ചറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ ChatGPTയുടെ പ്രോ വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നിലവിൽ ഈ 4.5 കിട്ടുള്ളൂ കേട്ടോ. പ്രോ വേർഷൻ എന്ന് പറയേണ്ടത് മാസം $200 ചിലവുള്ളതാണ്. അതേസമയം ക്ലോഡിൻ്റെ 3.7 എന്നുള്ള വേർഷൻ എല്ലാവർക്കും അവൈലബിൾ ആണ്. ലിമിറ്റഡ് യൂസേജ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പെയ്ഡ് വേർഷനിലേക്ക് മാറണം. ക്ലോഡിൻ്റെ അപ്ഡേറ്റഡ് വേർഷന് ആകെ $20 ചിലവുള്ളൂ. അതുപോലെ തന്നെ ഗ്രോക്കിനും ഒരു ലിമിറ്റഡ് ടയർ യൂസേജ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ട് $30 പെർ മന്ത് യൂസേജുള്ള പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നോർമൽ ടാസ്കുകൾക്ക് ഒരു ആവറേജ് ഇൻ്റലിജൻസ് മതിയാവുമല്ലോ. ഈ ഓരോന്നിൻ്റെയും പെയ്ഡ് പ്ലാനും ഫ്രീ പ്ലാനും തമ്മിലുള്ള പ്രധാന മാറ്റം ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ആണ്, നമുക്ക് നൽകുന്ന ഉത്തരങ്ങളുടെ ക്വാളിറ്റിയിലാണ് ഏറ്റവും പ്രധാന മാറ്റം ഉണ്ടാവുക. അപ്പോൾ നോർമലി ChatGPTയുടെ ബേസിക് ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനെല്ലാം പറ്റും. ഇതേ സാധനം ക്ലോഡിൽ ചെയ്യാൻ പറ്റും, ഗ്രോക്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എൻ്റർപ്രൈസ് ലെവലിലോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ടാസ്കുകൾ ഒരു ദിവസം ചെയ്യിക്കാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പെയ്ഡ് ടൂൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ChatGPTയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3
പ്ലാനുകളുണ്ട്. ഒന്ന് ഫ്രീ പ്ലാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഫ്രീ പ്ലാനാണ്. രണ്ടാമത്തേത് $20 പ്ലാൻ ഉണ്ട്. മൂന്നാമത്തേത് $200 പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ChatGPTയുടെ ഏറ്റവും പുതിയ റിലീസുകൾ, ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സൊക്കെ ആവശ്യമുള്ള ഏറ്റവും പുതിയ റിലീസുകളൊക്കെ വരുന്നത് ബേസിക്കലി ഈ പ്രോ വെർഷനിലാണ്. ഇപ്പോൾ ChatGPTയുടെ പ്രോ വെർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോറ ഉണ്ടല്ലോ, വീഡിയോ ജനറേഷൻ AI, അതിൻ്റെ ഒരുപാട് ഫ്രീ ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോകൾ ഒരു മാസം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് സോറ വെച്ചിട്ട് നമുക്ക് ഇന്ന് വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ O1 പ്രോ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ChatGPTയുടെ റീസണിങ് മോഡലുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ ഫ്രീ വേർഷനിൽ കിട്ടില്ല. ഈ O1ൻ്റെ ബേസിക് മോഡ് മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ പ്രോ മോഡ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 4.5 അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ChatGPT പ്രോയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ AI ടൂളുകളുടെ പ്രധാന പ്രശ്നം ഹാലൂസിനേഷൻ ആണല്ലോ. ഈ ഹാലൂസിനേഷൻ ഒരു പരിധി വരെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ വളരെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് ഒരുപാട് ആർട്ടിക്കിളുകളൊക്കെ റെഫർ ചെയ്ത് ആ ആർട്ടിക്കിളുകളുടെ റെഫറൻസ് വരെ നൽകിയിട്ട് നമുക്ക് നല്ല ഉത്തരങ്ങൾ തരാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ഡീപ്പ് റിസർച്ച് അടിപൊളിയാണ്. പക്ഷേ ഒരു കുഴപ്പം, $200 ചിലവഴിക്കണം. $200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ കൺവേർഷൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 17,500 രൂപ ചിലവ് വരും. അപ്പോൾ അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ എന്നുള്ളത് നിങ്ങളുടെ നിലവിലുള്ള ആവശ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മാത്രം മതി. സാം ആൾട്ട്മാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിംഗ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ChatGPTയുടെ പ്രോ വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർ $200 അവർക്ക് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് ഓഫ് നമുക്ക് ആ സർവീസ് ഡെലിവറി ചെയ്യാൻ ChatGPTക്ക് വരുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, അത് അവർക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് ഇത് ഉപയോഗിക്കുന്ന കൊണ്ടായിരിക്കണം. ഇനി ക്ലോഡിൻ്റെയും അതുപോലെ തന്നെ ഗ്രോക്കിൻ്റെയും വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രോക്കിൽ അതുപോലെ തന്നെ ഈ ഡീപ്പ് സെർച്ച് എന്നുള്ള ഫീച്ചർ വന്നിട്ടുണ്ട്. ഡീപ്പ് സെർച്ച് കറൻ്റ്ലി നമ്മുടെ ക്ലോഡിനില്ല. ഡീപ്പ് സെർച്ച് എന്നുള്ള മോഡ് ഗ്രോക്കിനുണ്ട്. അപ്പോൾ ഗ്രോക്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ChatGPTയിൽ ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്ന പെയ്ഡ് സാധനം ഉണ്ടല്ലോ, ഇത് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഗ്രോക്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡീപ്പ് സെർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൽ ഏത് AI ടൂൾ എടുക്കണം, ഏത് AI ടൂളാണ് ബെസ്റ്റ് എന്നുള്ളത് എഗെയിൻ ഞാൻ പറയാം നിങ്ങളുടെ യൂസ് കേസുകൾ അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി യൂസ് കേസുകൾ അനുസരിച്ചിട്ട് ഓരോ AI ടൂളുകളും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു ടോപ്പിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ChatGPTയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് ഇൻക്ലൂഡിങ് ഇപ്പോൾ ഡീപ്പ് റിസർച്ച് ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അതുവരെ ChatGPTയെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ അതിനെ വെറ്റ് ചെയ്യണം, നന്നാക്കണം, ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിലൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ക്ലോഡ് മലയാളത്തിൽ അടിപൊളിയാണ്. ChatGPTയുടെ 4.5ഉം മലയാളം റൈറ്റിങ്ങിൽ നല്ല അടിപൊളിയാണ്. ഇൻ കേസ് ഇനി മലയാളത്തിൽ നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലൊക്കെ ബട്ട് സ്റ്റിൽ ക്ലോഡ് ഒരു ഇച്ചിരിയും കൂടെ മോർ റിലയബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്ലോഡിൻ്റെ 3.7 എല്ലാം വെച്ചിട്ട് ആ മലയാളം റീറൈറ്റിങ്ങോ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യും. ഇനി അതല്ല, ഇതിൽ ഏതെങ്കിലും നമുക്ക് റിയൽ ടൈം ഡാറ്റയോ ഫാക്ട് ചെക്കിങ്ങോ ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഗ്രോക്കിന് കൊടുത്തിട്ട് ആ ഡാറ്റ നമ്മൾ ഫാക്ച്വൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ, ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള 3 അസിസ്റ്റൻറ്റുകൾ നമ്മുടെ കൂടെയുള്ള പോലെയാണ്. ഇനി അഡീഷണലി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ജെമിനൈ എന്നുള്ള അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡീപ് സീക്ക് ഉണ്ട്, ഇങ്ങനത്തെ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ AI ടൂളുകൾ നിങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഒരു 10x ഒക്കെ കൂടുമെന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടാവില്ല. എഗെയിൻ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒരു അഡ്വാൻറ്റേജും ഇല്ല കേട്ടോ. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഏതാണ് ഏറ്റവും ബെസ്റ്റ് AI ടൂൾ എന്ന് അറിഞ്ഞിട്ട് അതൊരു PSCക്ക് ചോദിക്കുന്ന ചോദ്യം പോലും ആയിരിക്കില്ല. കാരണം ഇത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണല്ലോ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡെയിലി വർക്ക് ഫ്ലോയിൽ ഇത് എവിടെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റാപ്പിഡായിട്ട് ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയിട്ട്, ഇപ്പോൾ ഞാനെല്ലാം ചെയ്യുന്നത് 5 ടാബും ഒരുമിച്ച് ഓപ്പണാണ്, എന്നിട്ട് ഓരോന്നിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ഈ ഒരു ലെവലൊക്കെ എത്തി, അടുത്തൊരു 5 കൊല്ലം കൊണ്ട് ഏത് ലെവൽ വരെ എത്തും എന്നുള്ളത് ചുമ്മാ അങ്ങനെ ചിന്തിച്ച് നോക്കി. എനിക്കൊരു കാര്യം ഉറപ്പാണ്, അടുത്തൊരു 5 കൊല്ലത്തിനകത്ത് നമ്മളൊരു AI ടൂൾ, AI അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞ് വേറെ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ AI ഏജൻറ്റുകളുടെ കാലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ അയൺമാനിലെ ജാർവീസ് പോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ജാർവീസുകൾ അത് വരുന്ന കാലം അധികം ദൂരെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, സ്റ്റേ ക്യൂരിയസ്, stay relevant, stay updated.